ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ. തൃശൂരിൽ ബിജെപി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടുള്ള നിഷേധാത്മക സമീപനം കേരള സർക്കാർ അവസാനിപ്പിക്കണം. പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ആശാവർക്കർമാരെ അപമാനിക്കുകയാണ് LDF സർക്കാർ. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെയല്ല, നാട്ടിലെ വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് തെളിയിക്കുകയാണ് CPM. കോവിഡ് കാലത്ത് ആശാവർക്കർമാർ നടത്തിയ ഇടപെടലാണ് ഭരണത്തുടർച്ച ഉറപ്പാക്കിയതെന്ന വസ്തുതയെങ്കിലും മുഖ്യമന്ത്രി ഓർമ്മിക്കണമായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധി ചുമതലകൾ, ഏതാണ്ട് 30ഓളം ജോലികൾ. ആ 30ഓളം ജോലികൾ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ് അവർക്ക് കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ, ഈ പറഞ്ഞ 2000 പറഞ്ഞല്ലോ, ഈ 2000-ത്തിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കീമുകൾ, ആ സ്കീമുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണെന്നും പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവിധ സ്കീമുകൾ, ഈ 2000 ഫിക്സഡ് ആണ്, അതിന് പുറമെയാണ് സ്കീമുകൾ. അപ്പോൾ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, വിവിധ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സാമ്പത്തിക ഭാരമാണ് കേരളത്തിന്റെ പ്രശ്നമെങ്കിൽ 100 കോടി രൂപ വണ്ടി വാങ്ങാൻ എന്തിനാ മാറ്റിവെക്കുന്നത്? 100 കോടി. ആശാവർക്കർമാരുടെ സമരത്തിലും പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ 2023-24 189.15 കോടിയും 2024-25 815.73 കോടിയും കേരളത്തിന് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി എത്ര ഫണ്ട് കിട്ടാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ ആശാവർക്കർമാരുടെ ഹോണറേറിയം വരെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നത് പരിഹാസ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടർക്കായി ഖജനാവിലെ പണമൊഴുക്കുന്ന സമീപനം പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു.